ഗുഡ് ഈവനിങ് അമേരിക്ക. കണ്ടില്ലേ, ഒന്നും ശാശ്വതമല്ലെന്ന് കാർന്നോമാര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? മനുഷ്യർ ഇത്ര വേഗം ഇങ്ങനെ മാറുമോ? ജനുവരിയിൽ നിന്ന് ജൂണിൽ എത്തിയപ്പോഴേക്കും നമ്പന്മാർ രണ്ടും നമ്പാൻ കൊള്ളാത്തവരെന്ന് പരസ്പരം ചെളി വാരിയെറിയുന്നു. നാറ്റകഥകൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. അന്ന് മസ്കിന്റെ ചങ്ക് എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇന്നത് തിരുത്തി. ട്രംപ് കിടിലമാണെന്നും ഗംഭീരമാണെന്നും ഒക്കെ പറഞ്ഞ മസ്കും തിരിച്ചു പറയുന്നു. ചങ്കിന് വേണ്ടി ചെയ്തതൊക്കെ ലോകത്തോട് വിളിച്ചു പോകുന്നു. എന്റെ കാശുകൊണ്ട് നാണമില്ലാതെ തെരഞ്ഞെടുപ്പ് ജയിച്ചയാളാണ് ട്രംപ് എന്ന് മസ്ക്. തലയ്ക്ക് വെളിവില്ലാത്തവനോട് സംസാരിക്കാൻ ഞാനില്ലെന്ന് ട്രംപ്. വൈറ്റ് ഹൗസിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയ മസ്കിന് ട്രംപ് കൊടുത്തത് ഒരു സ്വർണ്ണ താക്കോലായിരുന്നു. ആ താക്കോൽ ഉപയോഗിച്ചോ എന്തോ മസ്ക് കുടം തുറന്നഴിച്ചുവിട്ടത് ഒരു പിടി ആരോപണ ഭൂതങ്ങളെ. അതിൽ ചിയർ ഗേൾസിനൊപ്പമുള്ള ട്രംപിന്റെ പഴയ വീഡിയോയും എപ്സ്റ്റീൻ ഫയലുകളിൽ ട്രംപും ഉണ്ടെന്നതും പെടുന്നു. മസ്ക് ഇങ്ങനെ ഒരു കുത്തിപ്പൊക്കൽ നടത്തുമ്പോൾ മിണ്ടാതിരിക്കുമോ ട്രംപ് ക്യാമ്പ്? മസ്കിന്റെ കുടിയേറ്റം ചട്ടലംഘനമാണെന്ന കുത്തിപ്പൊക്കലാണ് അവർ കൊണ്ടുവന്നത്. ഒടുവിൽ വൈറ്റ് ഹൗസിന് അഴകേറ്റിയ ആ ചുവപ്പ് ടെസ്ല തനിക്ക് വേണ്ടെന്ന് കൂടി ട്രംപ് പറഞ്ഞു കളഞ്ഞു. ആ കാർ അവിടെ എത്തിയപ്പോൾ ഒരു കാറിന് അമേരിക്കൻ പ്രസിഡന്റ് കൊളാബ് ചെയ്യുന്നു എന്ന് ചോദിച്ചവരുണ്ട്. കഥ അവിടെ എത്തി നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി എന്തൊക്കെ പുത്തൻ ആരോപണങ്ങൾ വരും? ബ്രോമാൻസ് പിരിയാൻ യഥാർത്ഥ കാരണമെന്ത്? ഇംപീച്ച് ചെയ്യപ്പെടുമോ ട്രംപ്? നിയമവിരുദ്ധ കുടിയേറ്റത്തിന് എക്സ് ചങ്ങായിയെ ട്രംപ് നാടുകടത്തുമോ? മസ്കിന്റെ ബിസിനസ്സുകളുടെ ഗതി എന്താകും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ബ്രോമാൻസ് ഓവർ. ഇന്നത്തെ എന്റെ അതിഥികൾ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും രാജ്യാന്തര രാഷ്ട്രീയ നിരീക്ഷകനുമായ വർഗീസ് കോരസൺ, റിപ്പബ്ലിക്കൻ പാർട്ടി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും പെൻസിൽവേനിയ പാർട്ടി മെമ്പറുമായ സ്റ്റാൻലി ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ നിർമ്മൽ എബ്രഹാം എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ വർഗീസ് കോരസണിലേക്കാണ്. ശ്രീ വർഗീസ് കോരസൺ, അങ്ങനെ ആ മാസങ്ങൾ പ്രായമുള്ള ബ്രോമാൻസ് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് പല കാരണങ്ങൾ പറയുന്നവരുണ്ട്. ചിലർ പറയുന്നു അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ചിലർ പറയുന്നു മസ്കിന്റെ ബിസിനസ് തകരുമെന്നായപ്പോൾ അദ്ദേഹം പോകുന്നതാണെന്ന്. അല്ലാതെ ചിലർ പറയുന്നു ഇതൊന്നുമല്ല, മസ്കിന്റെ ബിസിനസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാണ് വൈറ്റ് ഹൗസിന്റെ പടി ഇറങ്ങിയത്. ശരിക്കും ഈ ചങ്ങാത്തം പിരിയാനുണ്ടായ കാരണം എന്താണ്? ചെങ്ങാത്തം എപ്പോൾ പിരിയും എന്നുള്ളൊരു സംശയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. കാരണം അത് എപ്പോഴും ഇത് സംഭവിക്കും എന്നുള്ളത് അമേരിക്കയ്ക്കും ലോകത്തിനും മൊത്തം അറിയാവുന്ന ഒരു സത്യമാണ്. അത് ഇത്രയും പെട്ടെന്ന് 6 മാസം പോലും തികയാതെ ഇത് അടിച്ചു പിരിഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. എന്താണ് ഇതിന്റെ ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ബാക്കിപത്രം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവര് തമ്മിലുള്ള ഡയലോഗിന്റെ അതിന്റെ പോളറൈസേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. കാരണം ഇന്ന് തുടങ്ങിയ ഒരു അടിയല്ല ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇത് രൂപപ്പെട്ടു വരുന്നൊരു വിഷയത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഡിസ്ഗസ്റ്റിംഗ് അബോമിനേഷൻ എന്നുള്ളൊരു വാക്കാണ് മസ്ക് ഉപയോഗിച്ചത്. അതായത് ഇത്രയും അറപ്പുളവാക്കുന്ന ഒരു 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 മ്ലേച്ഛത ആണ് ഈ ഒരു ബില്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രതിഫലനമാണ്. അതുപോലെ ഇത്രയും നന്ദികേട് കാട്ടി എന്നും പറയുന്നുണ്ട്. സച്ച് ആൻഡ് ഇൻഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള പദവും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് കഠിനമായ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഒരു അവരുടെ ഇന്റൻസിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് കൃഷ്ണൻ ചോദിച്ചത്, എന്താണ് ഇതിന്റെ പുറകിലുള്ള പിന്നെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇതൊരു അൺഹെൽത്തി കോമ്പിനേഷൻ ആയിരുന്നു. ഇത് എപ്പോഴാണ് ഈ ഇടയ്ക്ക് വെച്ച് പിരിയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. ഇത് ഈഗോയും ഒരു ഗ്രീഡും പവറും കൂടെയുള്ള ഒരു മിക്സഡ് റിലേഷൻഷിപ്പാണ്. സോ അത് അധികം കാലം മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. റിലേഷൻഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ എനിക്ക് എന്ത് കിട്ടും, ഹൗ മച്ച് ഐ ക്യാൻ ഗെറ്റ്, വാട്ട് ട്രംപ് കാർഡ് യു ഹാവ്, വാട്ട് കാർഡ് യു ഹാവ്. ഇതൊക്കെ സാധാരണ ഇവർ സംസാരിക്കുന്ന വിഷയമാണ്. അതുപോലെ ലോയൽറ്റി ഓർ ജസ്റ്റിസ്, അത് പ്രസിഡന്റ് ട്രംപിനോടുള്ള ലോയൽറ്റി മാത്രമാണോ ഈ ബന്ധത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള മൂലകാരണം, അതോ യഥാർത്ഥമായിട്ട് ഒരു അമേരിക്ക ഫേസ് ചെയ്യുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു 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 വിരൽ ചൂണ്ടലാണോ? അപ്പം ഇത് 3 രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ലോയൽറ്റി ആണ് ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ള ട്രംപ് കാർഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് അദ്ദേഹത്തിന്റെ പീരീഡ് കഴിഞ്ഞു, ഗോൾഡൻ കീ ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ ലോകം നോക്കിക്കണ്ടു വീണ്ടും ഈ ബന്ധം മുമ്പോട്ട് പോകുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടേൺ അറൗണ്ട് ഉണ്ടായി. കാരണം അതിനകത്ത് ഇലോൺ മസ്ക് പറയുന്നത് അദ്ദേഹം ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലെന്ന് പറയുന്ന സംഭവം വളരെ അഗ്ലി ബില്ലാണ് എന്നുള്ളത് വിളിച്ചു പറയുകയാണ് ഇപ്പം അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ആ ബില്ലിനെ പറ്റി നമ്മൾ
ഒന്ന് മനസ്സിലാക്കാനുണ്ട്. കാരണം ഈ ബില്ല് മൂലം 2017 ട്രംപിന്റെ ടാക്സ് കട്ട് പെർമനന്റ് ആക്കുവാണെങ്കിൽ അമേരിക്കയ്ക്ക് വളരെ ആഘാതമാക്കുന്ന ഒരു വിഷയമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ബില്ല് പ്രസന്റ് ചെയ്തപ്പോൾ ഇലോൺ മസ്കിന് ഇത്ര ചൊടിപ്പിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് എനർജി ടാക്സ് എക്സംഷൻ EV മോട്ടോർ വെഹിക്കിൾസിന് കൊടുത്തിരുന്ന എല്ലാ ക്രെഡിറ്റുകളും എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഈ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് തന്നെ 14% ഷെയർ ടെൽസ കമ്പനിയുടെ ഷെയറിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു അൺഹെൽത്തി കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ശരി, താങ്ക് യു ശ്രീ സ്റ്റാൻലി ജോർജ്. അങ്ങ് എന്തായാലും ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളാണ്. ഇപ്പോൾ ശ്രീ വർഗീസ് കോരസൻ പറഞ്ഞതുപോലെ ഇവർ തമ്മിലുള്ള ഒരു അൺഹോളി അലയൻസ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ബന്ധം വന്നപ്പോൾ പലരും അതിനെ വിലയിരുത്തിയത് ഒരു കോർപ്പറേറ്റും ഒരു അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു ബന്ധം എന്നാണെങ്കിലും നമ്മളതിനെ കാലാകാലങ്ങളായി വിളിച്ചുകൊണ്ടിരുന്നത് ക്രോണി ക്യാപിറ്റലിസം അഥവാ ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെയാണ്. അധികാരമുള്ളവരുടെ അടുക്കൽ പറ്റിക്കൂടി നിന്ന് അവരിൽ നിന്ന് തനിക്ക് നേട്ടമുണ്ടാക്കുന്നവരെയൊക്കെ കാണാം. അപ്പോൾ ഇത് തന്നെയായിരുന്നു മസ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബ്രൊമാൻസ് പിരിയുമ്പോൾ മസ്ക് ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തികമായ വലിയ തിരിച്ചടികൾ വരും. അതിനുള്ള ചില തെളിവുകളും അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ ഡോളർ ജനറൽ പോലെ സാധാരണക്കാർ സാധനങ്ങൾ വാങ്ങുന്ന സ്റ്റോറിലേക്ക് ബ്രാൻഡ് കോൺഷ്യസ് ആയ അമേരിക്കക്കാർ ഇപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് സാമ്പത്തികമായ സമ്മർദ്ദം തുടങ്ങി. അതേപോലെ തന്നെ തൊഴിലില്ലായ്മ കൂടുന്നു. അപ്പോൾ ഒരു വശത്ത് ഈ സാമ്പത്തിക രംഗം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന മസ്കിന്റെ ചൂണ്ടിക്കാട്ടൽ, ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഈ സന്തോഷകരമാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ ഇത് അനിവാര്യതയായിരുന്നു. കാരണം ഇവിടെ ഡെമോക്രാറ്റുകളെ രാജ്യമെമ്പാടും അലറി വിളിച്ച് മറുപടി കൂട്ടുകയായിരുന്നു. ട്രംപ് അല്ല ഭരിക്കുന്നത്, മസ്കാണ് ഭരിക്കുന്നത്, മസ്കിനെ അയച്ചുവിട്ടിരിക്കുകയാണ്, ഭരണം ദുരുപയോഗപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് അവസാനിച്ചു. അതൊരു സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ഇവിടെ സംഭവിച്ച 2 വസ്തുക്കളാണ് ഇവിടെ ഈ വിവാദങ്ങളുടെ പുറകിലുള്ള കാര്യം. അപ്പം മസ്ക് പറയുന്ന ഒരു കാര്യം ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ചാണ്. അഗളി ബില്ല് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ബില്ലിനകത്ത് സത്യത്തിൽ ബില്ല് ഇവരാരും കണ്ടിട്ടില്ല, പാസ്സാക്കുന്നേ ഉള്ളൂ, പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഈ ചെലവുകളെല്ലാം തന്നെ ഉള്ളത്. ഇതിനകത്ത് വന്ന എല്ലാ ചെലവുകളും തന്നെ മെഡിക്കെയർ കട്ട് ചെയ്യുന്നില്ല, സോഷ്യൽ സെക്യൂരിറ്റി കട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഫ്രോഡും തെഫ്റ്റും അബ്യൂസും ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിരവധി വകുപ്പുകൾ ഈ ബില്ലിനകത്തുണ്ട്. അത് അസ്വസ്ഥരാക്കുന്ന ആരെയാണെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ അസ്വസ്ഥതയാണ് ഒരു വശത്തുള്ളത്. എന്നാൽ ഇത് മൂലം ഉണ്ടാകുന്ന അമേരിക്കയുടെ ചെലവുകൾ കുറയ്ക്കാൻ കഴിയത്തില്ല. കാരണം ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ കുറയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ട്രംപ് ചോദിക്കുന്നത്, ഇലോൺ മസ്കിന്റെ പ്രശ്നം അതാണെങ്കിൽ എന്തുകൊണ്ട് ഈ സബ്സിഡി നൽകുന്നതിലൂടെ ലാഭിക്കാവുന്ന അനേക ബില്യൺ ഡോളർ എന്തുകൊണ്ട് ലാഭിച്ചുകൂടാ? അതിനെയാണ് മസ്ക് എതിർക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വകാര്യമായ കച്ചവട താല്പര്യം മാത്രമാണ്. അതുപോലെ തന്നെ ഗ്യാസ്, അതായത് ഓയിൽ ഇൻഡസ്ട്രിക്ക് ട്രംപ് കൊടുത്ത പ്രാധാന്യം, ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ഓയിൽ ഇൻഡസ്ട്രി എനർജി ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് EV വാഹനങ്ങൾക്ക് ഇപ്പം അത് ചൈനയുടെ കടന്നുകയറ്റത്തെ തടയാൻ വേണ്ടിയാണ് ട്രംപ് ചെയ്തത്. കാരണം ടെസ്ല പോലെ കഴിഞ്ഞാൽ ചൈനീസ് ഇലക്ട്രിക് കാറുകളാണ് ലോകത്തെ വലിയ വിപണി, വലിയ സാമ്രാജ്യമാണ്. അപ്പം അത് അമേരിക്ക കടന്നു കയറാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് ഓയിൽ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന്റെ മാൻഡേറ്റ് എടുത്തു കളഞ്ഞു. അത് ബൈഡൻ നൽകിയ മാൻഡേറ്റ്, ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള മാൻഡേറ്റ് എടുത്തു കളഞ്ഞു. അതും മസ്കിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിപരമായ വ്യവസായ താല്പര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മസ്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതൊരു താൽക്കാലിക കാര്യം മാത്രമാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അതൊന്നും ഈ ഭരണകൂടത്തെ ബാധിക്കത്തില്ല, ഇവിടുത്തെ സാമ്പത്തിക രംഗത്തെ ഒരിക്കലും ബാധിക്കത്തില്ല. ശരി, എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്ക് പോലും ഈ മസ്കിൻ്റെ ആ ഒരു ചാട്ടം എങ്ങോട്ടാണെന്ന് അന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഒരു ഭരണ തലപ്പത്തേക്ക് വരുന്ന ട്രംപിന് അത് മനസ്സിലാകാഞ്ഞതാണോ, മനസ്സിലായില്ല എന്ന് നടിക്കുന്നതാണോ, ഈ മസ്കിൻ്റെ മകൻ ചെറിയ കുട്ടിയെ ഓവൽ ഓഫീസിൽ ഒരു അംഗനവാടി പോലെ ആക്കിയ ആ ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊന്നും എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടില്ല എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നു. അങ്ങയിലേക്ക് തിരികെ എത്താം ശ്രീ നിർമ്മൽ. അപ്പോൾ നിർമ്മൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി, അതായത് മസ്ക് പുറത്തിറങ്ങിയതോടുകൂടി
വന്നതോടുകൂടി അമേരിക്കയിലെ ആ ഒരു അവർ തമ്മിലുള്ള ആ ഡ്രിഫ്റ്റ്, ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്നാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന രണ്ടു പേർക്കും രണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട്. ഒരാൾക്ക് ട്രൂത്ത് സോഷ്യൽ ഉണ്ട്, ഒരാൾക്ക് എക്സ് ഉണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള യുദ്ധം തുടങ്ങി വെച്ചത് ഇലോൺ മസ്ക് ആണ്. ഇനിയിപ്പം നാളെ മുതൽ ട്രംപിന്റെ വകയായിട്ട് ട്രൂത്ത് സോഷ്യലിലും പോസ്റ്റ് വരാം, ആരോപണങ്ങൾ വരാം. അപ്പോൾ ഇതൊക്കെ ഈ കുപ്പിയിൽ നിന്ന് അല്ലെങ്കിൽ കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ആ ഭൂതത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് എന്നാണ് സാധാരണക്കാരായ നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് നിർമ്മൽ ഇതിനെ കാണുന്നത്? ഇതിന്റെ ഒരു അവസാനമാണോ, അതോ അതുപോലെ തന്നെ ഈ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണോ മസ്ക് ഇറങ്ങിപ്പോയത്? ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? ഇതിന്റെ എല്ലാ ഒരു കോമ്പിനേഷൻ ആണ്, ഈ പറഞ്ഞ ഫാക്ടേഴ്സിന്റെ എല്ലാ ഒരു കോമ്പിനേഷൻ ആണ്. ഒന്ന്, നേരത്തെ ശ്രീ കോറസൻ സർ സൂചിപ്പിച്ച പോലെ തന്നെ പൊട്ടാനിരുന്ന ഒരു ബോംബാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വർഷം, എനിക്കൊന്ന് കഴിഞ്ഞ ജൂലൈയിലാണ് ആദ്യമായിട്ട് ഇലോൺ മസ്ക് എൻഡോസ് ചെയ്തത്. ഒരു 10 മാസം മാത്രമാണ് നീണ്ടു നിന്ന ആ ഒരു ബന്ധം. അതിൽ അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ബിസിനസ് ബന്ധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 3 കൂട്ടരെയും ഹാം ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കോൺവെർസേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 3 കൂട്ടരെന്ന് വെച്ചാൽ അതിനകത്ത് അമേരിക്ക എന്ന നേഷനെയും കൂടെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അമേരിക്കയെ ഇത് ഹാം ചെയ്യുന്നു, അല്ലെങ്കിൽ മസ്കിനെ ഹാം ചെയ്യുന്നു, ട്രംപിനെയും ഇത് ഹാം ചെയ്യുന്നു. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലോൺ മസ്കിനെ നമുക്ക് അറിയാമെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സ്റ്റാൻലി സാർ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഡെമോക്രാറ്റിക് ചായ്വുള്ള, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ട്രംപിനെ അനുകൂലിച്ച് സംസാരിക്കാതിരുന്ന ഒരാളാണ് ഇലോൺ മസ്ക്. പെട്ടെന്ന് അസാസിനേഷൻ അറ്റംപ്റ്റ് ഉണ്ടായ അന്ന് മുതൽ പബ്ലിക്ലി എൻഡോസ് ചെയ്തു. ആ എൻഡോസ്മെന്റോടെ മസ്ക് ഏറ്റെടുക്കേണ്ടി വന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റെപ്യൂട്ടേഷൻ, അന്ന് ട്രംപ് ഒരു ഡിവൈസീവ് ഫിഗർ ആയിട്ട് ഒരുപാട് പേര് അമേരിക്കയെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ആ റെപ്യൂട്ടേഷൻ, പേഴ്സണൽ റെപ്യൂട്ടേഷൻ ഡാമേജസ് സ്വന്തമായിട്ട് ഏൽക്കുന്നു, ആ റിസ്ക് ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ കമ്പനീസിനെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നു, ഗുഡ്വില്ലിനെ ബാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരുപാട് കോൺട്രവേഴ്സീസിൽ ചെന്നുപെടുന്നു. ഈവൻ ടെസ്ല പോലും ഇട്ട് കത്തിക്കുന്നത് നമ്മൾ കണ്ടാണ്. ആ രീതിയിലുള്ള വാൻഡലൈസിംഗും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു. കൂടാതെ അദ്ദേഹം ഏറ്റെടുത്ത ഏറ്റവും വലിയ റിസ്ക്, എങ്ങാനും ഡെമോക്രാറ്റ്സ് ജയിച്ചിരുന്നെങ്കിൽ, അതുപോലെ അറ്റാക്കാണ് അൺലീഷ് ചെയ്തത്. എങ്ങാനും ഡെമോക്രാറ്റ്സ് ജയിച്ചിരുന്നെങ്കിൽ ഇലോൺ മസ്കിന്റെ അവസാനമായിരുന്നു. ആ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് ഇത്ര നാള് കൂടെ നിന്നു. അപ്പൊ എന്തേ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തന്നുകൂടാ എന്നൊരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് കരുതാം. പക്ഷെ അതിനകത്ത് പേഴ്സണാലിറ്റീസിന്റെ ഒരു ക്ലാഷും കൂടെ ഉണ്ട്. പക്ഷെ ഇത് ഹേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുന്നോട്ട് പോകും തോറും ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇത് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വല്ലാതെ ഹേർട്ട് ചെയ്യും. നമുക്കറിയാം, ഇത്രയും വർഷം നാളിതുവരെ ടെസ്ലയായിരുന്നു, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കേസിലും ഇലക്ട്രിക് കാർസിന്റെ കേസിലും ലോകത്തെ നമ്പർ 1 ടെസ്ലയായിരുന്നു. കഴിഞ്ഞ വർഷം BYD തൊട്ടടുത്തെത്തി, ഒരു ക്വാർട്ടറിൽ ഓവർടേക്ക് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പം ടെസ്ലയെ ഇത് വല്ലാതെ ബാധിക്കാം. ഇന്നലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 14% സ്റ്റോക്ക് ഇടിഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ കമ്പനികളും, അത് സ്പേസ് എക്സ് ആയിക്കോട്ടെ, എക്സ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഇത് ബാധിക്കാം ഈ കോൺവെർസേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. ഒന്ന്, ട്രംപിനെയും റിപ്പബ്ലിക്കൻ പാർട്ടി ഇത് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാരണം ഒരു പോർഷൻ ഓഫ് മോഡറേറ്റ്സ് തീർച്ചയായിട്ടും മസ്കിന്റെ എൻഡോഴ്സ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. അത് സൈലന്റ് മെജോറിറ്റിയാണ്. ഒരുപക്ഷെ ട്രംപിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കുവോ, ഞാൻ ഓസ്ട്രസൈസേഷൻ നേരിടേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടർ മസ്ക് സപ്പോർട്ട് ചെയ്തപ്പം, ഇത്രയും ശക്തനായ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് വന്ന ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. അവരൊക്കെ ഇതിൽ നിന്ന് അകന്നു പോകും എന്നൊരു തോന്നലുണ്ട്. അതിനൊരു ഞാൻ പറയാൻ കാര്യം, ഇന്നലെ ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ ഇലോൺ മസ്ക് ഒരു പോൾ ഇട്ടിരുന്നു. അതിൻ്റെ അത് പറയുന്നത്, മൂന്നാമതൊരു പാർട്ടി എന്നെ പോലെയുള്ള മിഡിൽ മെന്നിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നടുക്ക് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പാർട്ടി വേണമെന്ന് ചോദിച്ചപ്പോൾ 82% ആളുകൾ വേണം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഹാം ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു പോക്കാണ്. മൂന്നാമത്, അമേരിക്ക ഇത് ഹേർട്ട് ചെയ്യുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ട്രേഡ് വാറിന്റെ ചെറിയ രീതിയിലുള്ള ക്ഷീണം മാറി വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ EVക്ക് തന്നെ ഇപ്പം EV മാൻഡേറ്റ് എടുത്ത് കളയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ടെസ്ലനെ അത് എഫക്ട് ചെയ്യും. ടെസ്ല ഒരു അമേരിക്കൻ കമ്പനിയാണ്. BYDയും നിയോയും പോലുള്ള കമ്പനികളും യൂറോപ്പും ഒക്കെ ഇനി മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ട്രംപിനെ ബാധിക്കും, അമേരിക്കയും ബാധിക്കും. അതുകൊണ്ട് ഒരു രീതിയിൽ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ, ലൂസ് സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇതിനകത്ത് ഞാൻ കാണുന്ന ഡേഞ്ചർ ഇതാണ്, രണ്ട് പേഴ്സണാലിറ്റീസും വിട്ടുകൊടുക്കുന്നവരല്ല. അതുകൊണ്ട് ഇത് അവസാനിക്കുന്നത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല. ആരാണ് ശക്തനായിട്ട് ഇതിനിടെ ഒരു മിഡിൽ മാൻ ആയിട്ട് നിന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നതെന്ന് അങ്ങനെ ഒരാളില്ല. ശരിക്കും ഏറ്റവും ധനികനായിട്ടുള്ള ആളും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുടെ ഒരു വഴക്കില് ഇടപെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ അല്ല ഇംപ്ലിക്കേഷൻ, ഒരു ക്ലാസിക് കേസ് സ്റ്റഡി ആയിട്ട് ഇത് മാറുമെന്നൊരു ഭയമാണ് എനിക്കുള്ളത്. ശരിയാണ്. പലരും അതേ വിലയിരുത്തലിൽ തന്നെയാണ്. പേഴ്സണൽ ഈഗോ മുന്നിട്ട് നിൽക്കുന്ന രണ്ടുപേര് തമ്മിലുള്ള ആ ചങ്ങാത്തം പിരിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? പ്രത്യേകിച്ച് അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് ഇത്രയും മാസങ്ങൾ ജോലി ചെയ്തവർക്ക് പരസ്പരം പല രഹസ്യങ്ങളും അറിയാം. ഭരണപരമായ രഹസ്യങ്ങൾ ഏറെ മസ്കിനറിയാം, വ്യക്തിപരമായ രഹസ്യങ്ങളും അറിയാമെന്ന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഈ എക്സ് പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചില വീഡിയോകൾ അദ്ദേഹം പുറത്തുവിട്ടു, ഇനി വരാനിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഏത് രീതിയിലാണ് അമേരിക്കൻ രാഷ്ട്രീയത്തെ, അമേരിക്കൻ
അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയൊക്കെ കലുഷിതമാക്കാൻ പോകുന്നത്? ശ്രീ വർഗീസ് കോരസൻ, ഇപ്പോൾ നമ്മുടെ സ്റ്റാൻലി ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ട്രംപ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന ആ ഒരു വിശേഷിപ്പിച്ച ആ ബില്ല് അത് പലരും കണ്ടിട്ടില്ല. മസ്ക് പറയുന്നു ഞാൻ പോലും അത് കണ്ടിട്ടില്ല. അപ്പോൾ ആരും അധികം കാണാത്ത ഈ ബില്ലിനെ അങ്ങ് പറയുന്നു സാധാരണക്കാർക്കുള്ള ജനക്ഷേമകരമായ പല പ്രവർത്തനങ്ങളും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നു ഈ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ അത് കൂടുതലായി അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്, മസ്കിനെ പോലെയുള്ള ബിസിനസ്സുകാർക്ക് അധികം ആനുകൂല്യങ്ങൾ കിട്ടുന്നത് തടയാനുള്ള ബില്ലാണെന്ന്. എവിടെയാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇരിക്കുന്നത്? ഈ ബില്ലിൽ ശരിക്കും എന്താണ് പറയുന്നത്? ബില്ലിലെ എന്ത് വ്യവസ്ഥയായിരിക്കാം മസ്കിനെ ഭീതിപ്പെടുത്തുന്നതെന്ന് അങ്ങ് പറഞ്ഞൊരു വെർഷനുണ്ട്, ശ്രീ സ്റ്റാൻലി ജോർജ് പറയുന്ന ഒരു വെർഷനുണ്ട്. അപ്പൊ എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഈ ബില്ലിന്റെ ഒരു ഉള്ളടക്കം? ബില്ലിനെ പറ്റി അധികം ആർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാനത് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഇൻഡിപെൻഡന്റ് കോൺഗ്രഷണൽ ബജറ്റ് റിവ്യൂ പുറപ്പെടുവിച്ച അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇത് വലിയൊരു ആഘാതമാണ് അമേരിക്കൻ എക്കോണമിയിൽ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ ട്രംപിന്റെ 2017 ടാക്സ് ഡിഡക്ഷൻസ് അത് പെർമനന്റ് ആക്കുവാണെങ്കിൽ ലോങ് റണ്ണിൽ അത് പിന്നെ മിഡിൽ ക്ലാസ് ആൾക്കാരെ കംപ്ലീറ്റ്ലി വൈപ്പ് ഔട്ട് ആക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പൊ അതിന് പകരമായിട്ട് ഇപ്പൊ ഒരു $3.8 ട്രില്യൺ ഒരു ബഫർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ട് ചെയ്യത്തക്ക രീതിയിലുള്ള റവന്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എവിടെ നിന്നാണ് റവന്യൂ ഉണ്ടാക്കേണ്ടത്? അപ്പം റവന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇലോൺ മസ്ക് ആണ് ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഈ ഗവൺമെന്റ് ഓപ്പറേഷൻസിലുള്ള ബജറ്റ് കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇത് ബോൺ ടു ടീത്ത് അങ്ങനെ കട്ട് ചെയ്തിട്ടും ഒന്നും കട്ട് ചെയ്യാൻ ഇനിയും ബാക്കിയൊന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായത് കാരണം ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ദിസ് ബജറ്റ് ഈസ് സംതിങ് ഡേഞ്ചറസ് ടു അമേരിക്ക. അതായത് ഇപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് ഓരോരുത്തർക്കും $2,000 അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ദാറ്റ്സ് നോട്ട് പെർമനന്റ്. ഈ അക്കോർഡിംഗ് ടു ഈ പുതിയ ബ്യൂട്ടിഫുൾ ബില്ല് അനുസരിച്ചിട്ട് ഇത് ഒരു ടെമ്പററി ഇൻക്രീസ് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കാണിക്കുന്നത്. അതേസമയം സ്റ്റേറ്റിന്റെ പോർഷൻ ഒക്കെ നമുക്ക് ഇതുവരെ ടാക്സിനകത്ത് കാണിച്ചുകൊണ്ടിരുന്നൊന്നും നീ കാണിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതായത് സാധാരണ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ $250,000 to $500,000 ഉണ്ടെങ്കിൽ കാലിഫോർണിയയിലും ന്യൂയോർക്കിലും ഒക്കെ ജീവിക്കാൻ വലിയ ഒരുമാതിരി ജീവിച്ചു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയയില്ല. അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഈ വളർന്നു വരുന്ന ഈ ഗ്രോയിങ് ടാക്സ് ബർഡൻ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കൊടുക്കുന്ന മെഡിക്കെയ്ഡും കട്ട് ഇല്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് സാധാരണ ആൾക്കാർക്ക് ജോലി ഇല്ലാത്തവർക്കും ഓളറായിട്ടുള്ള പേരൻസിനൊക്കെ കൊടുക്കുന്ന ക്ഷേമനിധിയുണ്ട്, അത് മെഡിക്കെയ്ഡിന് അത് അദ്ദേഹം കട്ട് ചെയ്യുന്നുണ്ട്. പേരൻസ് ഹാസ് ടു വർക്ക് സം ടൈം. ഇവരുടെ ഈ വയ്യാത്ത ആൾക്കാർ കുറച്ചെങ്കിലും ജോലി ചെയ്തെങ്കിൽ മാത്രമേ അവർക്കുള്ള ക്രെഡിറ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരു സംവിധാനം ഇതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ വർക്ക് റിക്വയർമെന്റ്സ് ഫോർ മെഡിക്കെയ്ഡ് ആർക്കെങ്കിലും ക്വാളിഫൈ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാരും അപ്പന്മാരും പ്രായമായിട്ട് ഇരിക്കുമ്പോൾ അവർക്കിപ്പോൾ കവർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് ഈ ന്യൂ മെഡിക്കെയ്ഡിന്റെ. അത് അവർക്ക് ക്വാളിഫൈഡ് അല്ലാതെ വരും. അപ്പോൾ നമ്മുടെ ഈ ബർഡൻ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് അവർ വേണം അതിനുള്ള വരുമാനം കണ്ടുപിടിക്കാനും അതിനുള്ള ചെലവുകൾ സ്വരൂപിക്കാനും. അതുപോലെ വളരെ ഭംഗിയായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ടാക്സ് കട്ട് കാണിച്ചിരിക്കുന്നത് നോ ടാക്സ് ഓൺ ഗൺ സൈലൻസ്. ഒരു തോക്കിന്റെ സൈലൻസർ പിടിപ്പിക്കുന്നതിന് അതിനുള്ള പിന്നെ ടാക്സ് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. നോ മണി പ്ലാൻ ഫോർ പേരന്റ്ഹുഡ്. അതുപോലെ ഫണ്ട്സ് ഫോർ ട്രംപ്സ് ഗോൾഡൻ ഡോം. ഈ നമ്മളിവിടെ ഇടയ്ക്ക് വളരെ രസകരമായിട്ട് പലർക്കും തോന്നി ഇത് ഗോൾഡൻ ഡോം എന്താണ്. അതായത് ഇസ്രായേലില് അവർ മിസൈൽ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഡോം പോലെ അതുപോലൊരു സിമിലർ ഗോൾഡൻ ഡോം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ അതിന് അമേരിക്കയ്ക്ക് തന്നെ ഒരു ഡോം ഉണ്ടാക്കാൻ പറ്റില്ല, അത് കാനഡയോട് വേണം. അതുകൊണ്ടാണ് കാനഡയോട് വാങ്ങിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോൾഡൻ ഡോം പ്രാക്ടിക്കൽ ആണെങ്കിൽ എന്തുപേര് പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ അതാണ് കാനഡയോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ്, വാങ്ങിക്കാനുള്ള താല്പര്യം. അതുപോലെ മോർ ഡ്രില്ലിംഗ് ആൻഡ് മോർ മൈനിങ്, ഇതാണ് ട്രംപിന്റെ ഈ പ്ലാനകത്തുള്ള പദ്ധതി. ഇത് ഈ എക്കോളജിയെ എന്തുവേണ്ടി ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഈ ലോകത്തിന് മുഴുവൻ മുമ്പിൽ അനിശ്ചിതമായിട്ട് നിൽക്കുന്ന ഒരു വിഷയം. അതുപോലെ തന്നെ റേസിംഗ് ഇനിക്വാളിറ്റി അമേരിക്കയിൽ ഇന്നുള്ള സ്റ്റാൻഡേർഡ്, അതായത് മിഡിൽ ക്ലാസ് ആൾക്കാർക്കൂടെ വ്യക്തമായിട്ട് അവർക്ക് നല്ലൊരു ക്വാളിറ്റി ലൈഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ ഒരു നിലനിൽപ്പ്
ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അമേരിക്കക്കാർക്ക് സാധിക്കുകയില്ല. അത് മാത്രമല്ല, അടുത്ത 10 വർഷത്തേക്ക് ഏതാണ്ട് 5 ട്രില്യൺ ഓളം ബാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ട് അമേരിക്കയിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് ഭാവിക്ക് കൊടുക്കാനുള്ളത് വെറും കടം മാത്രമായിട്ട്, അങ്ങനെ ഒരു ദരിദ്ര രാജ്യമായിട്ട്, ദരിദ്രരുള്ള പാവപ്പെട്ടവരുള്ള ഒരു അമേരിക്കയാണ് ഈ ബില്ല് പ്രതിദാനം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ട്രംപിനെതിരായിട്ട് ഇലോൺ മസ്ക് സംസാരിച്ചു തുടങ്ങി. ഇത് 2 ഇന്റലിജൻസ് ആണ്. ഒന്ന് ഫ്ലൂയിഡ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഇന്റലിജൻസ് എന്ന് പറയാറുണ്ട്. ഈ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. അതേസമയം ക്രിസ്റ്റൽ ഇന്റലിജൻസ് പറഞ്ഞാൽ കുറെ കൂടെ വ്യക്തമായിട്ടുള്ള ഒരു ഇന്റലിജൻസ്. അതാണ് ഇപ്പൊ ട്രംപിനെതിരായിട്ട് ഇലോൺ മസ്ക് പ്രകടിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഡേറ്റ മുഴുവൻ കിട്ടി, അദ്ദേഹം ഇതിനകത്ത് ഡീപ്ലി ഇൻവോൾവ് ആയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ദിസ് ബിൽ ഈസ് ആക്ച്വലി ആൻ അഗ്ലി ബിൽ. ശരി, താങ്ക് യു. ശ്രീ സ്റ്റാൻലി ജോർജ്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അമേരിക്ക ഈ സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് അമേരിക്കയെ ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു പിച്ചച്ചട്ടി എടുപ്പിക്കാൻ ഈ ബില്ല് കാരണമാകുമെന്ന് എണ്ണി അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു അതിൽ ജനക്ഷേമകരമായ കാര്യങ്ങളാണ് ചെയ്യാൻ അതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ബില്ലിൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ ദ കിങ് എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂക്കയുടെ ഡയലോഗ് പോലെ പട്ടിണിപ്പാവങ്ങളുടെ അമേരിക്ക എന്ന ഫ്യൂച്ചറിൽ പറയേണ്ടി വരുമോ എന്ന ഒരു ചോദ്യവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ മസ്കിൻ്റെ ടെസ്ല ഓഹരി വില 15% കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. മസ്കിൻ്റെ ബിസിനസ്സുകളുടെ ഒരു ഭാവി എന്താകും? ഇന്നാണിപ്പോൾ സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്ന് പറയുന്നത്. മറുവശത്ത് നിയമലംഘനത്തിലൂടെയാണ് അദ്ദേഹം അമേരിക്കൻ പൗരത്വം നേടിയതെന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ ഈ നിയമലംഘനം ചൂണ്ടിക്കാട്ടി മസ്കിനെ പടികടത്തുമോ ട്രംപ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ അത്തരം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് അങ്ങ് കരുതുന്നു? ഇവിടെ ക്രിസ്ത്യനെയും അതുപോലെ തന്നെ മിസ്റ്റർ കോരേഷൻ പറഞ്ഞ പോലെ തന്നെ അമേരിക്ക വലിയ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നത്. അന്ന് മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്നവും അദ്ദേഹത്തിന്റെ എല്ലാ അജണ്ടയും ഈ അമേരിക്കയെ ശക്തിപ്പെടുത്തുക, അമേരിക്കൻ വ്യാപാരം, അമേരിക്കൻ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തി ധനക്കമ്മി കുറച്ച്, കടബാധ്യത കുറച്ച് കൊണ്ടുവരിക എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ ഒരു ക്യാമ്പയിൻ നടത്തിയാണ് അദ്ദേഹം വിജയിച്ചതുപോലെ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ് ആ കാര്യത്തിൽ. ഈ ടാരിഫ് ഏർപ്പെടുത്തി എന്തിനാണ്? മറ്റു രാജ്യങ്ങളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. വളരെ റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള വളരെ മര്യാദകളുള്ള ഈ ടാരിഫാണ്. ഓരോ രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ചർച്ച നടത്തി വളരെ നല്ല നിലയിലാണ് ഓരോ ടാരിഫും സംവിധാനങ്ങളും ഓരോ രാജ്യങ്ങളുമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടാരിഫ് വഴി അമേരിക്ക ഉണ്ടാകുന്ന വരുമാനം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ്. ദിവസം തോറും $3-4 ബില്യൺ അമേരിക്ക കിട്ടുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക ഇത്രയും വലിയ ദിവസം ടാരിഫ് വഴി ഇത്രയും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത്. അപ്പൊ അത് തന്നെ അമേരിക്കയുടെ കടം കുറയ്ക്കും. ഇവിടെ ടാക്സ് കട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ടാക്സ് ഇളവുകൾ കൊടുക്കുന്നത് ടാരിഫിന്റെ വരുമാനം കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഉൽപാദനം കൂടുന്നു, പിന്നെ വ്യാപാരം കൂടുന്നു, ഇവിടെ തൊഴിലവസരങ്ങൾ കൂടുന്നു, മാനുഫാക്ചറിങ് ജോബ് ഉണ്ടാകുന്നു, ധാരാളം ട്രില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നിക്ഷേപം കടന്നു വരികയാണ് അമേരിക്കയിലേക്ക്. അപ്പോൾ അമേരിക്ക ഒരു പുതിയ വഴിത്തിരിവിലാണ്. ഒരു വലിയ ശക്തിമത്തായ ഒരു രാജ്യമായിട്ട്, സാമ്പത്തിക ശക്തിയായിട്ട് ലോകത്ത് ആരോടും കടപിടിക്കാൻ കഴിയുന്ന, ലോകം മുഴുവൻ വിചാരിച്ചാലും അമേരിക്കയുടെ സാമ്പത്തിക രംഗം തകർക്കാൻ കഴിയാത്ത ലെവലിലേക്ക് ട്രംപ് അമേരിക്ക കൊണ്ടെത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബില്ലിനകത്തുള്ള കാര്യങ്ങളിൽ ഇപ്പൊ നല്ല പൊതുവിവരമായിട്ട് വരാൻ പോകുകയാണ്. ഇപ്പം അധികം താമസിക്കാതെ ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ ഇതൊക്കെ പൊതുവിവരങ്ങളാണ്. ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ മെഡിക്കെയറോ പോലെയുള്ള ജനങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് യാതൊരു പോറലും ഏൽപ്പിക്കത്തില്ല. പക്ഷെ അനധികൃതമായി വളരെ ഇല്ലീഗലായിട്ട് ധാരാളം ആളുകൾ ഇത് കൈപ്പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള മില്യൺസ് ഓഫ് ആളുകൾ ഈ ട്രംപിന്റെ ഭരണകൂടം തിരയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമല്ലേ, ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലുകളിൽ ട്രംപിൻ്റെ പേരുണ്ട് എന്ന ആരോപണം, ട്രംപിൻ്റെ പഴയ വീഡിയോകൾ കുത്തിപ്പോകുന്നു. അപ്പോൾ ഇനിയും കമ്മിങ് സൂൺ എന്ന നിലയിൽ പല കാര്യങ്ങളുമുണ്ട്. ഇത് ഈ ഭരണചക്രത്തെ അത് അസ്വസ്ഥപ്പെടുത്തില്ല? ഏത് രീതിയിലാണ്? നമുക്കറിയാം, നമുക്കെതിരായ ഓരോ ദിവസവും ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ ഡിഫെൻഡ് ചെയ്യുക എന്നതിലുപരി ഭരിക്കാൻ ഇനിയിപ്പോൾ ട്രംപിന് സമയം ഉണ്ടാവുമോ? അല്ലാതെ പറയാം. അതിപ്പോ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയലിനകത്ത് അനേകർ പേരുണ്ട്. ആ പേരില്ലാത്ത ആളുകൾ കുറവാണ് അമേരിക്കയിൽ. കാരണം അമേരിക്കയിലെ മുൻ പ്രസിഡന്റുമാരിൽ ചിലരുടെ പേരുണ്ടായിരുന്നു. അവരൊക്കെ വളരെ സമാധാനമായിട്ട് ഇപ്പം കഴിഞ്ഞുകൂടുകയാണ്. ഇതിലും വളരെ ഗൗരവമായിട്ട് ആ പേരുകൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങൾ അവിടെ സന്ദർശകരായിട്ടുള്ള പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിലുള്ള അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് വീഡിയോ ഉൾപ്പെടെ ഡെമോക്രാറ്റിക് പാർട്ടി കയ്യിലുണ്ട്. 2020
ട്രംപ് ഭരണകൂടം ട്രംപ് ക്യാമ്പയിൻ കൊടുത്ത പരാതികൾ സുപ്രീം കോടതി എടുക്കാതിരിക്കാൻ വേണ്ടി ഡെമോക്രാറ്റിക് പാർട്ടി ബ്ലാക്ക് മെയിൽ ചെയ്ത ഈ വീഡിയോ കാണിച്ചാണ് ചീഫ് ജസ്റ്റിസിന്. ഇതൊക്കെ വിവരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും തന്നെ ഇതിനെ ബാധിക്കത്തില്ല. കാരണം എഫ്സ്റ്റൈൻ എന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും സൗഹൃദമുള്ള ഒരു സമ്പന്നനായ ഒരു വ്യവസായിയായിരുന്നു, ഫൈനാൻസർ ആയിരുന്നു. അപ്പൊ അത്തരം ബന്ധങ്ങളൊന്നും അതുകൊണ്ട് അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടാളിയാണെന്ന് പറയാൻ പറ്റുമോ ട്രംപ്? നമുക്കൊരാളെ പരിചയം ഉണ്ടെന്ന് വിചാരിച്ച് അയാളുടെ കുറ്റങ്ങൾക്ക് എന്ത് കൂട്ടാളിയാകാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇത് ബാധിക്കത്തില്ല. പിന്നെ മസ്കിന്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അയാൾ ഭയങ്കരമായിട്ട് അയാളുടെ മോഹഭംഗം സംഭവിച്ച ഒരാൾക്ക് സമ്മതം എത്തിപ്പോത്തില്ലേ, അതുകൊണ്ടാണ് മസ്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നാളെ അയാളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ തെറ്റാന്ന് അയാൾ സമ്മതിക്കേണ്ടി വരും, അതിന് പരിഹാരം ആളുകൾ ഉണ്ടാക്കേണ്ടി വരും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് അമേരിക്കൻ സാമ്പത്തിക രംഗത്തെയോ അല്ലെ അമേരിക്കൻ രാഷ്ട്രീയ രംഗത്തെയോ ട്രംപ് ഭരണകൂടത്തിന്റെ മുമ്പോട്ടുള്ള ഭരണത്തെ ഒന്നും ബാധിക്കത്തില്ലെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ജനങ്ങൾ അത് കാണാൻ പോകുന്നേ ഉള്ളൂ. അതൊന്നും ഒരു പ്രശ്നമില്ല അവസ്ഥത്തിൽ. എന്തായാലും അങ്ങയുടെ ആത്മവിശ്വാസം അത് അങ്ങനെ തന്നെ വരട്ടെ. ശ്രീ നിർമ്മൽ, ഇപ്പോൾ നമുക്ക് മസ്കിൻ്റെ എക്സ് ഫീഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സർവേ കാണാം. അല്പസമയം മുമ്പ് ശ്രീ വർഗീസ് കോറസൻ ചൂണ്ടിക്കാട്ടിയതാണ്. ഇനി ഒരു മൂന്നാമതൊരു പാർട്ടിക്ക് സ്കോപ്പ് ഉണ്ടോ? എന്നെ പോലെയൊക്കെയുള്ള കോർപ്പറേറ്റ് ആയ ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യത്തിന് 80% വോട്ട് ചെയ്തിരിക്കുന്നത് യെസ്, അതിനൊരു സ്കോപ്പുണ്ട്. അപ്പോൾ റിപ്പബ്ലിക്കനും ഡെമോക്രാറ്റ്സും അല്ലാതെ അമേരിക്കയിലൊരു പാർട്ടിക്ക് സ്ഥാനമുണ്ടെന്ന് ആ സർവേയിൽ പങ്കെടുത്ത 80% ആൾക്കാർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഒരു പോളറൈസേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ മുഖം അമേരിക്കയ്ക്ക് വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണോ അത്? അതിനൊരു നേതൃത്വം അല്ലെങ്കിൽ ചുക്കാൻ പിടിക്കാൻ മസ്ക് തയ്യാറാകുമോ? ഇല്ല, അങ്ങനെ ഞാൻ കാണുന്നില്ല. കാരണം മൂന്നാമത് പാർട്ടിക്കുള്ള സ്കോപ്പ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ചെറിയൊരു ലെവൽ ഓഫ് മോഡറേറ്റ്സ് മാത്രമാണ് മസ്കിന്റെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ റിപ്പബ്ലിക്കൻ പാർട്ടിയിലോട്ട് വന്നിട്ടുള്ളൂ. ഇതിൽ കൂടുതലും ഡെമോക്രാറ്റിക് പാർട്ടി വിട്ടുപോകുന്നവരാണ്. കാരണം അവരുടെ ഭരണത്തിലും ചില പോളിസീസിലും കൾച്ചറലായിട്ടുള്ള ഒരു ഡിക്ലൈനിലും ഒക്കെ മരം മടുത്ത് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഒരു മൂന്നാമതൊരു പാർട്ടി വേണേ ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അത് പേരിന് വേണേ ഒരു 1% വോട്ടോടെയൊക്കെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അത് ഒരു മൂന്നാമതൊരു പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി പോലെയോ ഡെമോക്രാറ്റ് പാർട്ടി പോലെയോ വളർന്നു വരാനുള്ള സാഹചര്യം നിലവിലില്ല. 100% ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ ഡെറ്റിന്റെ കാര്യവും ബില്ലിന്റെ കാര്യവും കൂടെ ജസ്റ്റ് ഒന്ന് പറയും. ഇപ്പൊ മെഡിക്കെയ്ഡ് പോലുള്ള കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബില്ലിലെ ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷെ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷനൊക്കെ എടുക്കാം. ഒരുപാട് മരിച്ചുപോയ ആളുകൾ പെൻഷൻ മേടിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് പെൻഷൻ മേടിക്കുന്നു, അഡ്രസ്സ് പോലും ഇല്ലാത്ത ആൾക്കാർ മേടിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മെഡിക്കെയ്ഡിലും ഉണ്ട്, മെഡിക്കെയറിലും ഉണ്ട്. ഇപ്പൊ ചില കേസിൽ ഹോസ്പിറ്റലും കൂടെ ചേർന്നിട്ട് ഞാൻ പോയിട്ട് ഒരു പനിക്ക് ചെറിയ ഫോർ എക്സാമ്പിൾ 10,000 രൂപയുടെ സർജറി ചെയ്തു എന്ന് വിചാരിക്കുക, അത് 1 ലക്ഷം രൂപയായിട്ട് കാണിച്ചിട്ട് അതിന് ക്ലെയിം എടുക്കുക. അല്ലെങ്കിൽ എയ്ഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവകാശമില്ലാത്ത ഒരു എയ്ഡ് മേടിക്കുക. ഇത്തരത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അങ്ങനെയുള്ള ലൂപ്പ് ഹോൾസ് അടയ്ക്കാനാണ് താൻ ഈ ബില്ല് കൊണ്ടുവരുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബില്ലിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരാതെ നമുക്ക് തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ തള്ളിക്കളയും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഡെറ്റ് ഇപ്പൊ 2.5 ട്രില്യൺ തൊട്ട് 5 ട്രില്യൺ വരെ അടുത്ത 10 വർഷത്തിൽ ഉയരുമെന്നാണ് മസ്ക് പറയുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പം നമ്മൾ റിലേറ്റീവ്ലി നോക്കുമ്പം ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ ഇറങ്ങുന്ന സമയത്ത് 19 ട്രില്യണോ മറ്റേ 20 ട്രില്യണിൽ താഴെയാണ് അമേരിക്കയുടെ ഡെറ്റ്. ജോ ബൈഡൻ ഇറങ്ങുന്ന സമയത്ത് 33-34 ട്രില്യൺ അടുത്തായി അമേരിക്കയുടെ ഡെറ്റ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ആ 4 വർഷം കൊണ്ട് ഏകദേശം 12-13 ട്രില്യൺ ആണ് ജോ ബൈഡൻ ഡെറ്റ് ഉയർത്തിയതെങ്കിൽ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ പറയുന്ന 2.5 മുതൽ 5 ട്രില്യൺ എന്ന് പറയുന്നത്. പല ഇൻവെസ്റ്റേഴ്സും ഒക്കെ പറയുന്നുണ്ട് വരുന്ന 10 വർഷത്തിനുള്ളിൽ അത് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലും പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തായാലും ഭാവി കാര്യങ്ങളാണ്, പ്രവചിക്കാൻ പറ്റില്ല. എന്നാലും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ചിലർ നടത്തുന്ന പ്രവചനങ്ങളെ നമ്മൾ അത് ശരിവെച്ചേ മതിയാകൂ. അപ്പോൾ എന്തായാലും ഈ ബ്രൊമാൻസ് ഇപ്പോൾ ഇവിടെ താൽക്കാലികമായി അവസാനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പാലുകാച്ച് ഇവിടെ ശവമടക്കം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. ഇനി എന്താവും തുടർ കാര്യങ്ങളെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വർഗീസ് കോറസൻ, ശ്രീ സ്റ്റാൻലി ജോർജ് ആൻഡ് ശ്രീ നിർമ്മൽ എബ്രഹാം. അപ്പോൾ മോഹഭംഗ മനസ്സിൽ നിന്ന് ഉണർന്നു വരുന്ന ചില കാര്യങ്ങളാണ് മസ്ക് പറയുന്നത്. മസ്കിനെ പോലെ ഒരു വട്ടനോട് സംസാരിക്കാൻ താൻ തയ്യാറേ അല്ല, അയാൾക്ക് എന്നോട് സംസാരിക്കാൻ കാണും, പക്ഷേ എനിക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയാനില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല തൻ്റെ വൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ കിടക്കുന്ന ടെസ്ല കാർ ഇനി എനിക്ക് വേണ്ട എന്ന് പറയുകയും ചെയ്തു. ഇനി മസ്കിൻ്റെ ഭാവി എന്താകും, ട്രംപിൻ്റെ ഭാവി എന്താകും, ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിൻ്റെ ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.